മഴതോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. ബാലചന്ദ്രന്റെയും മക്കളുടെയും ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില വഴിത്തിരിവുകൾ സംഭവിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡാണ് പറയുന്നത്. ഏറെ നാടകീയമായ രംഗങ്ങൾക്ക് ശേഷം ബാലചന്ദ്രനോട് കടുത്ത ഭാഷയിൽ പിണങ്ങിക്കൊണ്ട് വെല്ലുവിളികൾ നടത്തിക്കൊണ്ട് തന്നെയായിരിക്കും ബബിതയും രോഹിതും ആ വീട് വിട്ട് ഇറങ്ങിയിരിക്കുന്നത്. കമലയുടെയും ശിവശങ്കറിന്റെയും തണലിൽ സുഖമായി തന്നെ കഴിയാമെന്ന വ്യാമോഹത്തിലായിരുന്നു അവർ കൈതക്കൽ വീട്ടിലേക്ക് ചേക്കേറിയത്. എന്നാൽ അവിടെ ചെന്നിറങ്ങിയ സമയം മുതൽ തുടങ്ങിയ അവരുടെ കഷ്ടപ്പാടുകൾ ഇപ്പോൾ അസഹനീയമായ ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. കൈതക്കൽ വീട്ടിൽ ആദ്യം അവർ ചെന്നു കയറിയപ്പോൾ കമലമ്മ അവർക്ക് വലിയ സ്വീകരണമാണ് നൽകിയത്. എന്നാൽ ആ സ്നേഹപ്രകടനം വെറും ഒരു മുഖം മൂടി മാത്രമാണെന്ന് തിരിച്ചറിയാൻ അവർക്കധികം സമയമൊന്നും വേണ്ടി വന്നില്ല. ദിവസങ്ങൾ കഴിയുന്തോറും കമലയുടെ തനി സ്വരൂപം പുറത്തു വന്നു തുടങ്ങി. ബബിതയെയും രോഹിത്തിനെയിട്ടും അവിടെ ഇട്ട് വല്ലാതെങ്ങ് ബുദ്ധിമുട്ടിക്കാനാണ് കമല ശ്രമിച്ചത്. സാധാരണഗതിയിൽ വീട്ടുജോലികളൊന്നും ചെയ്ത് ശീലമില്ലാത്ത ബബിതയെ കൊണ്ട് വീടിന്റെ മുക്കിലും മൂലയുമുള്ള ജോലികളെല്ലാം തന്നെ എടുപ്പിക്കാനൊന്നും കമലമ്മ മടിച്ചില്ല. രാവിലെ എഴുന്നേറ്റാലുടനെ തന്നെ മുറ്റം അടിച്ചു തൂക്കണം, വീട് തുടക്കണം, വൃത്തിയാക്കണം, പാത്രം കഴുകണം എന്നിങ്ങനെ നീളുന്ന കമലമ്മയുടെ ലിസ്റ്റ്. ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ പോലും കമല വല്ലാതെ ദ്രോഹങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ദ്രോഹങ്ങൾ സഹിക്കാനാവാതെ വന്നപ്പോഴാണ് അവർക്ക് സ്വന്തം വീടിൻ്റെയും അച്ഛൻ്റെയും വില മനസ്സിലാവുന്നത്. തൻ്റെ വീട്ടിലായിരുന്നപ്പോൾ ഈ ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അലീനയാണെന്നും അലീന തന്നെ എത്രമാത്രം കെയർ ചെയ്തിരുന്നുവെന്നും അലീന തങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു തന്നത് എന്ന കാര്യമെല്ലാം തന്നെ ബബിതയും രോഹിത്തും ആ സമയത്ത് ഓർത്തുപോയി. ബാലചന്ദ്രനെ കമലയുടെയും ശിവശങ്കറിനെയും കുടിലബുദ്ധി നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് തൻ്റെ മക്കൾ അങ്ങോട്ടേക്ക് പോവാൻ തുനിഞ്ഞപ്പോൾ അദ്ദേഹം അവരെ തടയാതിരുന്നത്. അവർ അവിടെ പോയി അനുഭവിച്ച് തന്നെ പഠിക്കട്ടെ എന്നൊരു ചിന്ത ബാലചന്ദ്രനുണ്ടായിരുന്നു. തൻ്റെ മക്കൾ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ കമല അവളെ വേലക്കാരിയെ പോലെ കാണുമെന്നും അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. ബാലചന്ദ്രൻ കരുതിയതുപോലെ തന്നെ സംഭവിച്ചു. കൈതക്കൽ വീട്ടിൽ ഓരോ നിമിഷവും അവർ അപമാനിതരായിക്കൊണ്ടിരുന്നു. ഒടുവിൽ ഗതികെട്ട ബബിതയും രോഹിത്തും തങ്ങളുടെ പഴയ വാശികളൊക്കെ മാറ്റിവെച്ച് കടപ്പാട്ടൂർ വീട്ടിലേക്ക് തന്നെ ഓടിയെത്തുകയായിരുന്നു. ബാലചന്ദ്രന്റെ കാൽക്കൽ വീണുകൊണ്ടതിനെ അവർ പൊട്ടിക്കരയുകയും മാപ്പപേക്ഷിക്കുകയൊക്കെ കാണുമ്പോൾ അലീനക്കും കൃഷ്ണമോൾക്കും വല്ലാത്ത സങ്കടമായിരുന്നു. ഈ അവസരം കൃത്യമായി വിനിയോഗിക്കാൻ കൃഷ്ണമോള് മറന്നില്ല. മുൻപ് തങ്ങളെയും അച്ഛനെയും പരിഹസിച്ച ബബിതക്കും രോഹിത്തിനു നേരെ കൃഷ്ണമോള് തൊടുത്തുവിട്ട വാക്കുകൾ ശരിക്കും അമ്പുകൾ പോലെ തന്നെയായിരുന്നു. അന്ന് അച്ഛനെ വേണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകുന്ന സമയത്തിന് ഇതെല്ലാം തന്നെ ഓർക്കണമായിരുന്നു എന്ന കൃഷ്ണമോളുടെ മറുപടി കേട്ട് അവർക്ക് തലയുയർത്താൻ പോലും കഴിഞ്ഞില്ല. ഇതിനിടയിൽ കമലയും ശിവശങ്കറും തമ്മിലുള്ള പ്രശ്നങ്ങളും രൂക്ഷമായിരുന്നു. ബാലചന്ദ്രനെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രം ഈ മക്കളെ കൂടെ കൂട്ടിയ ശിവശങ്കറിന് കമലമ്മയുടെ ഈ രീതികളോട് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നുവെങ്കിലും കമലയെ നിയന്ത്രിക്കാൻ അയാൾക്കും കഴിഞ്ഞില്ല. ബബിതയോട് മോൾക്ക് മറ്റൊരു വീട്ടിൽ പോയി ജീവിക്കേണ്ടതല്ലേ, പണിയൊക്കെ പഠിക്കണ്ടേ എന്ന് പറഞ്ഞ് കമല പരിഹസിക്കുമ്പോൾ ബബിത ശരിക്കും അന്തം വിട്ടുപോയി. കടപ്പാട്ടൂർ വീട്ടിൽ തിരിച്ചെത്തിയ ബബിതയും രോഹിത്തിനെയും ബാലചന്ദ്രൻ സ്വീകരിച്ച രീതിയും വളരെ ശ്രദ്ധേയമാണ്. അവരെ ചേർത്ത് പിടിക്കുമ്പോഴും അവർ ചെയ്ത തെറ്റുകൾ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അദ്ദേഹം മറന്നില്ല. ഈ തിരിച്ചറിവ് ഞാൻ നേരത്തെ തന്നെ കണ്ടതാണ് എന്ന് പറയുമ്പോൾ ബാലചന്ദ്രന്റെ വാക്കുകളിൽ ഒരു പിതാവിന്റെ കരുതലുണ്ടായിരുന്നു. എന്നാൽ രോഹിത്തിനിപ്പോഴും അലീനയോടുള്ള ശത്രുത പൂർണ്ണമായും അങ്ങ് മാറിയിട്ടില്ല എന്നത് വ്യക്തമാണ്. റൂമിലേക്ക് തിരിച്ചു കയറി പോകുമ്പോഴും അലീനയെ തുറപ്പിച്ചു നോക്കുന്ന രോഹിത്തിന്റെ ഭാവം വരാനിരിക്കുന്ന പുതിയ സംഘർഷങ്ങളുടെ സൂചനയാണോ എന്ന് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഈ ഒരു തിരിച്ചുവരവ് വരും ദിവസങ്ങളിൽ കൂടുതൽ ആവേശകരമായ നിമിഷങ്ങളിലേക്ക് നയിക്കുമെന്നുറപ്പാണ്. ഇതിലെ ഓരോ കഥാപാത്രങ്ങളും വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ബബിത തൻ്റെ തെറ്റുകളെല്ലാം തിരിച്ചറിഞ്ഞുവെങ്കിലും രോഹിത്തിൻ്റെ ഉള്ളിലെ കനൽ അണഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കമലമ്മയുടെ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടുവെങ്കിലും ഈ വീട്ടിൽ അവർക്കിനി എങ്ങനെ പൊരുത്തപ്പെടാൻ കഴിയുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. ബബിതയും രോഹിത്തും തങ്ങളുടെ മുറിയിലേക്ക് തിരികെ കയറിയെങ്കിലും അലീനയുടെ മനസ്സിൽ ചെറിയൊരു ആശങ്ക നേടിച്ചു നിന്നു. കമലയുടെ വീട്ടിൽ അവർ അനുഭവിച്ച കഷ്ടപ്പാടുകൾ അവരെ മാറ്റിയോ അതോ പുതിയ പകക്ക് വഴിമാറിയോ എന്നവൾ ചിന്തിച്ചു. അത്താഴ സമയത്ത് എല്ലാവരും ഡൈനിങ് ടേബിളിന്റെ ചുറ്റും ഒത്തുകൂടി. പണ്ട് ബബിത ആ വീട്ടിൽ കാണിച്ചിരിക്കുന്ന അഹങ്കാരമൊന്നും തന്നെ ഇപ്പോൾ അവളിൽ കണ്ടില്ല. അവിടെ നിശബ്ദമായിരുന്നു. ബാലചന്ദ്രൻ പതുക്കെ സംസാരം തുടങ്ങി. രോഹിത്, ബബിത, നിങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ഒരു തോൽവിയായി കാണേണ്ട കാര്യമൊന്നുമില്ല. ജീവിതത്തിലെ ഒരു വലിയ പാഠം പഠിച്ചു എന്ന് കരുതിയാൽ മതി. മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കുന്നത് നമ്മുടെ നന്മ കണ്ടിട്ടല്ല, അവരുടെ ആവശ്യങ്ങൾ കണ്ടിട്ടാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ. രോഹിത് തലകുനിച്ചിരുന്നു. പക്ഷേ അവൻ്റെ കണ്ണ് ഇടയ്ക്കിടയ്ക്ക് അലീനയ്ക്ക് നേർക്ക് പോകുന്നുണ്ടായിരുന്നു. അലീനയുടെ സാന്നിധ്യം അവനെ ഇപ്പോഴും അസ്വസ്ഥനാക്കുന്നുണ്ട്. അതിനിടെ കമലമ്മയുടെ വീട്ടിൽ മറ്റൊരു പ്ലാന് നടക്കുകയായിരുന്നു. ശിവശങ്കറിന്റെ കയ്യിൽ നിന്നും അടിയേറ്റ കമല വെറുതെ ഇരിക്കാനൊന്നും തയ്യാറായില്ല. എന്നെ കൊണ്ട് കൈ പൊക്കിച്ച ആ അലീനയും ബാലചന്ദ്രനെയും ഞാൻ വെറുതെ വിടില്ല, അവൾ ഉറക്കെ പ്രഖ്യാപിച്ചു.
ബബിതയെയും രോഹിത്തിനെയും തിരിച്ചയച്ചത് തൻ്റെ പ്ലാനിങ്ങിൻ്റെ പരാജയമല്ല, മറിച്ച് കടപ്പാട്ടൂർ വീട്ടിലേക്ക് തൻ്റെ ഒരു ചാരനെ അയച്ചതുപോലെയാണ് അവൾ കണ്ടത്. രോഹിത്തുമായി കമല രഹസ്യമായി തൻ്റെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പിറ്റേന്ന് രാവിലെ അലീന അടുക്കളയിൽ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബബിത അങ്ങോട്ടേക്ക് ചെന്നു. പഴയ ബബിതയായിരുന്നെങ്കിൽ അലീനെ ഒരുപാടധികം പരിഹസിക്കുമായിരുന്നു. എന്നാൽ ഇത്തവണ അവൾ പതുക്കെ ചോദിച്ചു, അലീന, ഞാനൊന്ന് സഹായിക്കട്ടെ? അലീന അത്ഭുതപ്പെട്ടുപോയി. കമലയുടെ പീഡനങ്ങൾ ബബിതയിലെ അഹങ്കാരിയെ കുറച്ചെങ്കിലും മാറ്റിയോ? പക്ഷേ പുറകിൽ നിന്നും വന്ന രോഹിത്തിൻ്റെ നോട്ടം അതത്ര നല്ലതിനായിരുന്നില്ല. അവൾ ബബിതയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, നമുക്കിവിടെ ആരുടെയും സഹായമൊന്നും വേണ്ട ബബിതേ, നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. സംഘർഷം മാറുന്നത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ്. ബാലചന്ദ്രൻ്റെ ബിസിനസ് രേഖകളിൽ ചില മാറ്റങ്ങൾ വന്നത് അലീന ശ്രദ്ധിച്ചു. ആരോ ബോധപൂർവം ഫയലുകളെല്ലാം മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു. സംശയം സ്വാഭാവികമായും രോഹിത്തിലേക്കാണ് നീണ്ടത്. രോഹിത് ഇപ്പോഴും കമലയുമായി ബന്ധമുണ്ടെന്നും ബാലചന്ദ്രനെ തകർക്കാൻ വേണ്ടി കമല നൽകിയ നിർദ്ദേശങ്ങൾ അവൻ നടപടിയാക്കുകയാണെന്നും അലീനക്ക് മനസ്സിലായി. അങ്ങനെ ഒരു രാത്രിയിൽ ബാലചന്ദ്രന്റെ മുറിയിൽ നിന്നും ചില രഹസ്യരേഖകൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന രോഹിത്തിനെ അലീന കൈയോടെ പിടികൂടി. ഇതാണോ രോഹിത് നിന്റെ പശ്ചാത്താപം? അച്ഛൻ നിനക്ക് മാപ്പ് നൽകിയതിന് നീ ഇങ്ങനെയാണോ കാണിക്കേണ്ടത്? അലീനയുടെ ചോദ്യം കേട്ട് രോഹിത് ഞെട്ടിപ്പോയി. പക്ഷേ അവൻ പതറാതെ തിരിച്ചു ചോദിച്ചു, ഈ വീടിൻ്റെ അവകാശി ഞാനാണ്, നീ വെറും ഒരു പുറമ്പോക്കാണെന്ന് പറയും. എന്നാൽ ബഹളം കേട്ടുകൊണ്ട് തന്നെ ബാലചന്ദ്രനും മനുവും അങ്ങോട്ടേക്ക് ഓടിയെത്തി. രോഹിത്തിൻ്റെ കയ്യിലിരുന്ന ഫയലുകൾ കണ്ടപ്പോൾ ബാലചന്ദ്രൻ്റെ കണ്ണുകൾ നിറഞ്ഞു. മകൻ തന്നെ ചതിക്കുമെന്ന് അദ്ദേഹം സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നതല്ല. നീ പോയിടത്ത് തന്നെ തിരിച്ചു പോയിക്കോ രോഹിത്, നിനക്ക് ഞാൻ മാപ്പ് തരുന്നില്ല, ഇതെൻ്റെ തെറ്റാണ്, ബാലചന്ദ്രൻ കടുത്ത ഭാഷയിൽ തന്നെ പറഞ്ഞു. രോഹിത്തിനെ ബാലചന്ദ്രൻ പുറത്താക്കാൻ ഒരുങ്ങുമ്പോഴാണ് കഥയിൽ തികച്ചും അപ്രതീക്ഷിതമായ ഒരു മാറ്റമുണ്ടാവുന്നത്. അലീന അവിടെ വലിയൊരു ഇടപെടൽ നടത്തുകയാണ്. രോഹിത്തിനെ ആ വീട്ടിൽ നിന്നും വീണ്ടും ഇറക്കി വിട്ടു കഴിഞ്ഞാൽ അവൻ നേരെ ചെല്ലുന്നത് കമലമ്മയുടെയും ശിവശങ്കറിൻ്റെയും അടുത്തേക്കാണെന്ന് അലീനക്ക് നന്നായിട്ട് തന്നെ അറിയാമായിരുന്നു. അത് അവരെ കൂടുതൽ ശക്തരാക്കുകയുള്ളൂ. അച്ഛാ, രോഹിത്തിനെ ഇപ്പോൾ പുറത്താക്കരുത്. അലീനയുടെ ഈ വാചകം കേട്ട് മനുവും ബാലചന്ദ്രനും ഒരുപോലെ ഞെട്ടി. രോഹിത്തിനെ സംരക്ഷിക്കാനല്ല, മറിച്ച് അവൻ്റെ ഉള്ളിലെ പക മാറ്റിയെടുക്കാൻ അവൾക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അലീന രോഹിത്തിൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ശാന്തമായി പറഞ്ഞു, രോഹിത്, കമലാൻറ്റി നിന്നെ ഉപയോഗിക്കുന്നത് നിനക്ക് ഈ വീടിനോടും അച്ഛനോടുമുള്ള സ്നേഹമല്ല അവർക്ക് വേണ്ടത്, മറിച്ച് ഈ സ്വത്ത് നശിപ്പിക്കാനാണ് അവരുടെയൊക്കെ ലക്ഷ്യം. നിന്നെ ഒരു ആയുധമാക്കാൻ അവരെ നീ അനുവദിക്കരുത് എന്ന് പറയും. രോഹിത് ആദ്യം അലീനയുടെ വാക്കൊന്നും കേൾക്കാൻ തയ്യാറായില്ല എങ്കിലും അലീന ഒരു തെളിവങ്ങ് പുറത്തുവിട്ടു. കമലയും ശിവശങ്കരനും തമ്മിൽ സംസാരിക്കുന്ന ഒരു ഓഡിയോ റെക്കോർഡിംഗ് ആയിരുന്നു അത്. അവൾ രോഹിത്തിനെ അത് കേൾപ്പിച്ചു. രോഹിത്തിനെ എങ്ങനെ ചതിക്കണമെന്നും അവൻ്റെ പേരിൽ ബാധ്യതകളെല്ലാം വരുത്തി വെക്കണമെന്നും കമലമ്മ അതിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ടായിരുന്നു. സ്വന്തം രക്തത്തേക്കാൾ താൻ വിശ്വസിച്ചവൾ തന്നെ ചതിക്കാൻ ശ്രമിക്കുകയാണെന്ന് കണ്ടപ്പോൾ രോഹിത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ആ നിമിഷം രോഹിത് തൻ്റെ തെറ്റുകളെല്ലാം തിരിച്ചറിഞ്ഞു. അവൻ ബാലചന്ദ്രൻ്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു. ഇത്തവണ അത് വെറും ഒരു പ്രകടനമായിരുന്നില്ല, മറിച്ച് ഹൃദയത്തിൽ നിന്നുള്ള പശ്ചാത്താപമായിരുന്നു. ബബിതയും തൻ്റെ സഹോദരൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ഈ ഒരു മാറ്റം കണ്ട് സന്തോഷിച്ചു. കടപ്പാട്ടൂർ കുടുംബം വീണ്ടും ഒന്നായി മാറുകയായിരുന്നു. എന്നാൽ കമല ഇതൊന്നും തന്നെ തിരിച്ചറിഞ്ഞില്ല. രോഹിത് ഇപ്പോഴും തങ്ങളുടെ പക്ഷത്താണെന്ന് അവർ കരുതി. ഇത് മുതലെടുത്ത് കമലമ്മയും ശിവശങ്കരനെയും അവിടെ തന്നെ വലയിൽ വീഴ്ത്താൻ അലീനയും രോഹിത്തും കൂടി ഒരു രഹസ്യ പ്ലാന് തയ്യാറാക്കി. രോഹിത് കമലയെ വിളിച്ച് താൻ ഫയലുകൾ മോഷ്ടിച്ചുവെന്നും ഉടനെ തന്നെ കാണണമെന്നും പറഞ്ഞു. കമലയും ശിവശങ്കരവും പണവുമായി രോഹിത്തിനെ കാണാൻ ഒരിടത്തേക്ക് എത്തുമ്പോൾ അവിടെ അവരെ കാത്തിരുന്നത് അലീനയും പോലീസുമായിരുന്നു. രോഹിത് അവരെ ചതിച്ചതാണെന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും കമലക്ക് രക്ഷപ്പെടാനൊന്നും വഴിയില്ലായിരുന്നു. അവരുടെ എല്ലാ കള്ളത്തരങ്ങളും പുറത്തു വന്നു. ശിവശങ്കരനും കമലക്കും അർഹിക്കുന്ന ശിക്ഷ തന്നെ ലഭിച്ചു. തിരികെ വീട്ടിലേക്ക് എത്തിയ രോഹിത്തും ബബിതയും ബാലചന്ദ്രനും സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചു. ഇപ്പോൾ എനിക്ക് സമാധാനമായി, എൻ്റെ മക്കൾക്ക് ഇപ്പോഴെങ്കിലും തിരിച്ചറിവ് വന്നല്ലോ എന്ന് ബാലചന്ദ്രൻ സന്തോഷത്തോടെ പറഞ്ഞു. അലീനയും മനുവും ആ കുടുംബത്തിൻ്റെ ഐക്യം കണ്ട് പുഞ്ചിരിച്ചു. കടപ്പാട്ടൂർ വീട്ടിൽ ഒടുവിൽ സമാധാനത്തിൻ്റെ നിലവിളക്ക് തെളിഞ്ഞു. സത്യമെല്ലാം ബോധ്യപ്പെട്ടതോടുകൂടി തന്നെ പിന്നീട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡുകൾ തന്നെയാണ് കേട്ടോ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.